ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലിറ്റിൽ കൈറ്റ്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്പ്രൈറ്റിനെ കൂടുതൽ ദൂരം ചലിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഏതാണ്? ഓപ്ഷൻ ബി ആണ് റിപ്പീറ്റ് 80 മൂവ് 2 സ്റ്റെപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിബർ ഓഫീസ് റൈറ്ററിൽ ചിത്രം ഉൾപ്പെടുത്തിയപ്പോൾ താഴെ കാണുന്ന രീതിയിലാണ് ദൃശ്യമായത്. അക്ഷരങ്ങൾ പൂർണ്ണമായി കാണാൻ സാധിക്കുന്നില്ല. അക്ഷരങ്ങളെ ചിത്രത്തിന് ചുറ്റുമായി ക്രമീകരിക്കണമെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് സങ്കേതമാണ് ഉപയോഗിക്കേണ്ടത്? അതിൻ്റെ ആൻസർ റാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിൻ്റെ വിശദാംശങ്ങൾ ലിബർ ഓഫീസ് കാൽക്കിൽ രേഖപ്പെടുത്തിയ ചിത്രമാണ് തന്നിരിക്കുന്നത്. രാജേഷ് എന്ന കുട്ടിയുടെ ആകെ മാർക്ക് കണ്ടുപിടിക്കുന്നതിന് G3 സെല്ലിൽ എന്ത് ഫോർമുല ടൈപ്പ് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ G3 എന്ന സെല്ലിലെ ടോട്ടൽ എന്ന കോളത്തിൽ ഫസ്റ്റ് ടോട്ടൽ കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു സം B3 F3. B3 എന്ന് പറയുന്നത് B3 എന്നത് രാജേഷ് എന്ന കുട്ടിയുടെ മാർക്കാണ്. ഈ B3 മുതൽ F3 വരെയാണ് ടോട്ടൽ കാണേണ്ടത്. അപ്പം ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ B3 F3 ബ്രാക്കറ്റ് ക്ലോസ് കഴിഞ്ഞതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിബർ ഓഫീസ് ഇംപ്രസിലെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ് ചിത്രത്തിലുള്ളത്. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന സങ്കേതത്തിൻ്റെ ഉപയോഗം എന്താണ്? അതിൻ്റെ ആൻസർ സ്ലൈഡിൻ്റെ പകർപ്പ് എടുക്കുന്നതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുന്നത്. Ctrl+D ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഷോർട്ട് കീ. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഷോർട്ട് കീ Ctrl+D ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഈ ഒരു ലോഗോ കുട്ടികൾ മനസ്സിലാക്കുക. മാർബിൾ സോഫ്റ്റ്വെയറിൻ്റെ ലോഗോയാണെന്ന് മനസ്സിലാക്കുക. ഒരു വിർച്വൽ ഗ്ലോബ് സോഫ്റ്റ്വെയർ ആണ് മാർബിൾ. ഇതിൽ ഭൂമിയുടെയും മറ്റു ചില ഗ്രഹങ്ങളുടെയും ത്രിമാന രൂപങ്ങൾ കാണാൻ സാധിക്കുമെന്നും മനസ്സിലാക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ജാലകം തന്നിട്ട് ഇത് ഏത് സോഫ്റ്റ്വെയർ ജാലകമാണെന്ന് ചോദിച്ചാൽ ഇത് മാർബിളിൻ്റേതാണെന്ന് മക്കൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്രിട്ടയിൽ വരച്ച ഒരു ചിത്രത്തിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ക്രിട്ടയുടെ ഫയൽ ഫോർമാറ്റ് .KRA ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഫയൽ നെയിം എന്തുമാകട്ടെ ക്രിട്ടയുടെ ഫയൽ ഫോർമാറ്റ് .KRA ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെല്ലുകൾ മേർജ് ചെയ്യാൻ മേർജ് സെല്ലിൻ്റെ ടൂളാണിതെന്ന് മനസ്സിലാക്കുക. ഇതാണ് മേർജ് ചെയ്യാനുള്ള ടൂള്. അതായത് റോയും കോളവും ഒറ്റ സെല്ലാക്കി മാറ്റുന്നതാണ് മേർജ് എന്നത്. അതായത് ഇവിടെ റോയും കോളവും ഒറ്റ സെല്ലാക്കി മാറ്റി ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മേർജ് സെൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ കാൽക്കിൽ പുതിയ വരി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഫസ്റ്റ് കൂട്ടിച്ചേർക്കേണ്ട ആ ഒരു വരിയുടെ ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന മെനുവിൽ ഇൻസേർട്ട് റോസ് എബോവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് റോസ് എബോവ്, ഇത് റോസ് ബിലോ ആണെങ്കിൽ ഇൻസേർട്ട് റോസ് ബിലോ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഡിലീറ്റ് റോസ് ഇവിടെയുണ്ട്, അതൊക്കെ മനസ്സിലാക്കാം. നെക്സ്റ്റ് ഫോർമുല ബാറാണ്. ആക്റ്റീവ് സെല്ലിലുള്ള ഡാറ്റ ഫോർമുല ബാറിൽ ദൃശ്യമാകുന്നു. അതായത് ഇതാണ് ആക്റ്റീവ് സെല്ല്. ഈ ആക്റ്റീവ് സെല്ലിലുള്ള ഡാറ്റ, ഈ ഒരു ഡാറ്റ ഫോർമുല ബാറിൽ ദൃശ്യമാകുന്നു എന്ന് മനസ്സിലാക്കാം. കോളങ്ങളുടെ വീതി മാറ്റാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് കോളത്തിൻ്റെ വീതി കൂട്ടാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, സ്പ്രെഡ്ഷീറ്റിലെ വരികളും നിരകളും, ഇത് പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കി വെക്കുക. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിലെ ഓരോ ഷീറ്റും വരികളും നിരകളുമുള്ള ഗ്രിഡ് രൂപത്തിൽ വിഭജിച്ചിരിക്കുന്നു. വരികൾ 1 2 3 4. അതുപോലെ വരികൾ 10,48,526 റോസ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇതാണ് 1 2 3, ഇതാണ് റോസ്. അതുപോലെ തന്നെ കോളം എന്നത് ABCD എന്നതാണെന്ന് മനസ്സിലാക്കുക. ABCD, ഇത് കോളം
ഇത് റോയും ആണെന്ന് മനസ്സിലാക്കുക. റോയുടെ അഡ്രസ്സ് 1 2 3യും അതുപോലെ തന്നെ കോളത്തിൻ്റെ അഡ്രസ്സ് ABC ആണെന്ന് മനസ്സിലാക്കുക. ഇതൊരു സെല്ലാണ്. റോയും കോളവും ചേർന്നതാണ് ഒരു സെല്ല്. ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. അടുത്തത് ലിബ്രിയോഫീസ് കാൽക്ക് ജാലകമാണെന്ന് മനസ്സിലാക്കുക. ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഫയൽ ഫോർമാറ്റ് .ods ആണെന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റാണ് ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ജാലകം തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ജി ഫ്രാക്ഷൻ ലാബ് ജാലകമാണെന്ന് മനസ്സിലാക്കുക. ജി ഫ്രാക്ഷൻ ജാലകം ഭിന്നസംഖ്യകളെ അടുത്തറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജി ഫ്രാക്ഷൻ ലാബ്. ജി ഫ്രാക്ഷൻ ലാബിൻ്റെ ലോഗോയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശബ്ദ ഫയലുകൾ വേവ് എന്നത് ശബ്ദ വ്യക്തത കൂടിയ ഫയൽ ഫോർമാറ്റാണ്. ഇത്തരം ഫയലുകൾക്ക് ഫയൽ വലുപ്പം കൂടുതലായിരിക്കും. MP3, OGG എന്നിവയ്ക്ക് ഫയൽ സൈസും ശബ്ദ വ്യക്തതയും വേവ് ഫയലുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ വേവ് എന്നത് ശബ്ദ വ്യക്തത കൂടിയ ഫയൽ ഫോർമാറ്റാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒഡാസിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്ലേ ബട്ടൺ ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒഡാസിറ്റിയുടെ ജാലകം. ഇതാണ് ഒഡാസിറ്റിയുടെ ലോഗോ എന്ന് മനസ്സിലാക്കുക. ഇത് ഒഡേഷ്യസ്. നെക്സ്റ്റ് സ്റ്റെലേറിയത്തിൽ ചന്ദ്രഗ്രഹണം നിരീക്ഷിക്കാൻ വേണ്ടി ലൊക്കേഷൻ ടൂള്. ഇതാണ് ലൊക്കേഷൻ ടൂള്. ഉപയോഗിച്ച് ലൊക്കേഷൻ തിരുവനന്തപുരമായിട്ട് ക്രമീകരിക്കാൻ പറ്റും. ഗ്രൗണ്ട് അറ്റ്മോസ്ഫിയർ. ഇത് ഗ്രൗണ്ട് ടൂളാണെന്ന് മനസ്സിലാക്കാം. ഗ്രൗണ്ട് ഭൂമിയെ മറിഞ്ഞ് നമുക്ക് ആകാശ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ടൂളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഇവിടെയുണ്ട്. ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ ടൂളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ. ഇത് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോയുടെ ടൂളാണെന്ന് മനസ്സിലാക്കാം. ഇത് സെർച്ച് ടൂള്. നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സെർച്ച് ടൂളിലാണ്. സെർച്ച് ടൂളിൽ നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. മൗസ് വീൽ സ്ക്രോൾ ചെയ്ത് ചന്ദ്രനെ ആവശ്യത്തിന് സൂം ചെയ്യാൻ പറ്റും. അനിമേഷൻ ടൂളുകളാണിത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് സ്റ്റെലേറിയത്തിൻ്റെ പ്രധാനപ്പെട്ട ജാലകം. ഒരുപക്ഷെ ഈ ഒരു ജാലകം തന്നിട്ട് ഇതേത് സോഫ്റ്റ്വെയർ ജാലകമാണെന്ന് ചോദിച്ചാൽ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ ജാലകമാണെന്ന് മനസ്സിലാക്കാം. സ്ക്രാച്ചിൽ റൈറ്റ് ആരോ അമർത്തുമ്പോൾ വലതുവശത്തേക്ക് സ്പ്രൈറ്റ് ചലിക്കാൻ പോയിൻറ്റിംഗ് ഡയറക്ഷൻ ഏതാണ് നൽകേണ്ടത്? ഇതിന് ആൻസർ പോയിൻറ്റിംഗ് ഡയറക്ഷൻ 0 കൊടുത്താൽ മുകളിലോട്ടായിരിക്കും. പോയിൻറ്റിംഗ് ഡയറക്ഷൻ 180 കൊടുത്താൽ താഴോട്ടായിരിക്കും. അതുപോലെ തന്നെ പോയിൻറ്റിംഗ് ഡയറക്ഷൻ 90 കൊടുത്താൽ വലതുവശത്തേക്കായിരിക്കും. അതുപോലെ തന്നെ പോയിൻറ്റിംഗ് ഡയറക്ഷൻ -90 കൊടുത്താൽ ഇടതുവശത്തേക്ക് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ് ആരോ കീ അമർത്തുമ്പോൾ വലതുവശത്തേക്കാണ് സ്പ്രൈറ്റ് ചലിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നിർദ്ദേശം പോയിൻറ്റിംഗ് ഡയറക്ഷൻ 90 നൽകേണ്ടതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്ക്രാച്ചിൽ ആരോ കീകൾ അമർത്തുമ്പോൾ സ്പ്രൈറ്റ് ചലിക്കുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ താഴെ നൽകിയ ഏത് ബ്ലോക്കിലാണ് മാറ്റം വരുത്തേണ്ടത്? ആൻസർ മൂവ് സ്റ്റെപ്സ്. ഇവിടെ മൂവ് 10 സ്റ്റെപ്സ്. ഇങ്ങനെ വ്യത്യസ്ത വിലകൾ നൽകാം. നെക്സ്റ്റ് മ്യൂസ്കോർ 2 സോഫ്റ്റ്വെയറിൽ മ്യൂസിക് നോട്ടുകൾ ചേർക്കാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ആൻസർ N എന്ന കീ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മ്യൂസ്കോർ 2 സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ ഒരു പാട്ടിൻ്റെ മ്യൂസിക് നോട്ടുകൾ PDF ആയി എക്സ്പോർട്ട് ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ട രീതി ഏതാണ്? ഫയൽ എക്സ്പോർട്ട് സങ്കേതം ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഒരു സോഫ്റ്റ്വെയർ ജാലകം താളം സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ താളത്തിൻ്റെ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കുക. താളം സോഫ്റ്റ്വെയർ ജാലകം. നെക്സ്റ്റ് പെൻസിൽ 2D
എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? 2D അനിമേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലാക്കുക. പെൻസിൽ 2D പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ .pclx ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പെൻസിൽ 2Dയുടെ പ്രധാനപ്പെട്ട ജാലകമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് പെൻസിൽ 2Dയുടെ ലോഗോ. ഇതും മക്കൾ നന്നായി മനസ്സിലാക്കുക. പെൻസിൽ 2D ഒരു സ്വതന്ത്ര അനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. സേവന സന്നദ്ധരായ ഒരു കൂട്ടം കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാർ ചേർന്നാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തതെന്ന് മനസ്സിലാക്കുക. കൈകൊണ്ട് വരച്ച ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള അനിമേഷൻ നിർമ്മാണം ലളിതവും എളുപ്പവുമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഇതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡിൽ വ്യഞ്ജനാക്ഷരങ്ങളിലധികവും കീബോർഡിൻ്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ആൻസർ, സ്വരാക്ഷരങ്ങളെല്ലാം ഇടതുവശത്തും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ വലതുവശത്തുമായാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൽ വിരലുകളുടെ സ്ഥാനം ശരിയായി ക്രമീകരിച്ച് ടൈപ്പ് ചെയ്യുകയാണ് സ്വാതി. ക എന്ന അക്ഷരം ഏത് വിരൽ കൊണ്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ വലതു നടുവിരൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, ചില്ലക്ഷരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഈ ഒരു കീബോർഡിലെ ചിഹ്നങ്ങൾ പ്രസ് ചെയ്താലാണ് ഈ ഒരു ചിഹ്നം കിട്ടുന്നത്, ഈ ചില്ലക്ഷരങ്ങൾ കിട്ടുന്നത്. ഇവിടെ ഷിഫ്റ്റ് വി പ്രസ് ചെയ്താൽ ഇൻ കിട്ടും, ഷിഫ്റ്റ് സ്റ്റാർ പ്രസ് ചെയ്താൽ ഇൾ കിട്ടും, ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്താൽ ഇൻ കിട്ടും, അതുപോലെ തന്നെ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ പ്രസ് ചെയ്താൽ ഇൽ കിട്ടും എന്നും മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഇവിടെ ഇക്ക എന്ന കൂട്ടക്ഷരം ലഭിക്കണമെങ്കിൽ കെ ഡി കെ, ക ആകുമ്പോഴേ കെ ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ചന്ദ്രക്കലയുടെ ചിഹ്നം, ചന്ദ്രക്കലയുടെ അക്ഷരം ഡി ആണ്, കെ ഡി കെ. അതുപോലെ തന്നെ കെ ഡി എൽ, അതുപോലെ തന്നെ എൻ ഡി എൻ, എൻ ഡി എൻ പ്രസ് ചെയ്താലാണ് ഇല്ല എന്ന അക്ഷരം കിട്ടുക. നെക്സ്റ്റ്, ബ കിട്ടണമെങ്കിൽ സി ഡി എച്ച്, അതൊക്കെ ശ്രദ്ധിക്കണം. ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്താലാണ് മുകളിലുള്ള അക്ഷരം കിട്ടൽ. ആ എന്ന അക്ഷരം കിട്ടണമെങ്കിൽ ഷിഫ്റ്റും ഡിയും ഒരുമിച്ച് പ്രസ് ചെയ്യണം. ഡി മാത്രം പ്രസ് ചെയ്താൽ ഈ ഒരു ചന്ദ്രക്കലയുടെ ചിഹ്നമാണ് ലഭിക്കുക. ഇതൊക്കെ മക്കൾ നന്നായി പഠിക്കുക. ഏത് വിരൽ കൊണ്ടാണ് ഓരോ അക്ഷരവും ടൈപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന കീബോർഡ് ലേഔട്ടാണ്, ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ടാണ്. മക്കൾ ഇതൊക്കെ നന്നായി കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കീബോർഡിലെ ഭാഷകൾ ഷോർട്ട്കട്ട് കീകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഇത് സൂപ്പർ കീ എന്നും വിൻഡോസ് കീ എന്നും അറിയപ്പെടുന്നു. ഇതാണ് കീബോർഡിലെ ഏറ്റവും വലിയ കീയായ സ്പേസ് ബാർ. അപ്പോഴേ സ്പേസ് ബാറും വിൻഡോ കീയും, അതായത് സൂപ്പർ കീയും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ഭാഷ അനായാസം മാറ്റാൻ പറ്റും. ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മലയാളത്തിലും വീണ്ടും പ്രസ് ചെയ്താൽ ഇംഗ്ലീഷിലേക്കും മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. മക്കളെല്ലാവരും വീഡിയോ കൊണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. എല്ലാ മക്കൾക്കും, ലിറ്റിൽ ഗൈഡ്സ് എഴുതുന്ന എല്ലാ മക്കൾക്കും അതിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.